കഥ തുടങ്ങുന്നത് കിങ്സ് ലാൻഡിംഗിൽ നെഡ് സ്റ്റാർക്കിന്റെ മുറിയിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കാലിന് കുത്തേറ്റ നെഡ് ബോധം തെളിഞ്ഞ് കണ്ണു തുറക്കുന്നു. കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് തന്റെ കട്ടിലിന് ഇരുവശത്തുമായി നിൽക്കുന്ന രാജാവ് റോബർട്ട് ബരാത്തിയനെയും രാജ്ഞി സെർസി ലാനിസ്റ്ററിനെയുമാണ്. അന്തരീക്ഷം വല്ലാതെ മുറുകി നിൽക്കുകയാണ്. നെഡ് സ്റ്റാർക്ക് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, "എന്നോട് ക്ഷമിക്കണം പ്രഭു." സെർസി ബാരത്തിയൻ ദേഷ്യത്തോടെ ചോദിച്ചു, "നിങ്ങളുടെ ഭാര്യ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ?" നെഡ് സ്റ്റാർക്ക് പറഞ്ഞു, "എന്റെ അറിവില്ലാതെ അവൾ ഒന്നും ചെയ്യില്ല. എന്റെ കൽപ്പനയാണ് അവൾ അനുസരിച്ചത്." റോബർട്ട് ബരാത്തിയൻ അത്ഭുതത്തോടെ പറഞ്ഞു, "അവൾക്ക് ഇത്രയും ധൈര്യമുണ്ടെന്ന് ആര് കരുതി?" സെർസി ബാരത്തിയൻ ചോദിച്ചു, "എന്റെ രക്തത്തിൽ, അതായത് ടിരിയനെ കൈവയ്ക്കാൻ നിങ്ങൾക്ക് എന്തവകാശമാണുള്ളത്?" നെഡ് സ്റ്റാർക്ക് പറഞ്ഞു, "ഞാൻ രാജാവിന്റെ ഹാൻഡാണ്. സമാധാനം നിലനിർത്താൻ ശ്രമിക്കുകയായിരുന്നു." സെർസി ബാരത്തിയൻ ഇടയ്ക്കു കയറി പറഞ്ഞു, "നിങ്ങൾ രാജാവിന്റെ ഹാൻഡ് ആയിരുന്നു സ്റ്റാർ. ഇപ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ടിവരും." അവർ തമ്മിലുള്ള തർക്കം മുറുകുന്നത് കണ്ട് റോബർട്ടിന് ദേഷ്യം വരുന്നു. റോബർട്ട് ബരാത്തിയൻ പറഞ്ഞു, "നിങ്ങൾ രണ്ടുപേരും വായടക്കുമോ? കാറ്റ്ലിനുടനെ ടിരിയനെ മോചിപ്പിക്കും. അതുപോലെ നീ ജൈമയുമായി സമാധാനത്തിൽ പോകും." നെഡ് സ്റ്റാർക്ക് ദേഷ്യത്തോടെ പറഞ്ഞു, "അവൻ എന്റെ ആളുകളെ കൊന്നുതള്ളി." സെർസി ബരാത്തിയൻ കള്ളം പറഞ്ഞു. ലോർഡ് സ്റ്റാർക്ക് ഒരു വേശ്യാലയത്തിൽ നിന്ന് മദ്യപിച്ച് ലക്കുകെട്ട് വരുമ്പോഴാണ് ജൈമയെ ആക്രമിച്ചത്. റോബർട്ട് ബരാത്തിയൻ അലറി, "മിണ്ടാതിരിക്ക് സ്ത്രീയെ." നെഡ് സ്റ്റാർക്ക് പറഞ്ഞു, "ജൈമെ നഗരം വിട്ട് ഓടിപ്പോയി. അവനെ പിടിച്ചുകൊണ്ടുവന്ന് വിചാരണ ചെയ്യാൻ എനിക്ക് അനുവാദം തരണം." സെർസി ബരാത്തിയൻ റോബർട്ടിനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു, "ഞാൻ കരുതിയത് നിങ്ങളൊരു രാജാവാണെന്നാണ്. അവൻ എന്റെ സഹോദരനെ ആക്രമിച്ചു, മറ്റേ സഹോദരനെ തട്ടിക്കൊണ്ടുപോയി. ഞാനാണ് ആ പടച്ചട്ട ഇടേണ്ടിയിരുന്നത്. നിങ്ങളീ ഗൗണമിട്ടിരിക്കേണ്ടവനാണ്." അത് റോബർട്ടിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. റോബർട്ടിന്റെ നിയന്ത്രണം വിടുന്നു. അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ വെച്ച് സെർസിയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നു. സെർസി തന്റെ കവിളിൽ കൈവച്ച് റോബർട്ടിനെ രൂക്ഷമായി നോക്കുന്നു. സെർസി ബാരത്തിയൻ പറഞ്ഞു, "ഇതൊരു ബഹുമതിയായി ഞാൻ കണക്കാക്കുന്നു. ഐ ഷെൽ വെയർ ദിസ് ലൈക്ക് എ ബാഡ്ജ് ഓഫ് ഓണർ." റോബർട്ട് ബാരത്തിയൻ പറഞ്ഞു, "നിശബ്ദമായി ഇരുന്നോ, അല്ലെങ്കിൽ നിനക്കിനിയും ബഹുമതികൾ കിട്ടും." സെർസി ദേഷ്യത്തോടെ വാതിൽ വലിച്ചടച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. സെർസി പോയ ശേഷം റോബർട്ട് ആകെ തളർന്നു പോകുന്നു. റോബർട്ട് ബാരത്തിയൻ സങ്കടത്തോടെ പറഞ്ഞു, "കണ്ടില്ലേ, അവൾ എന്നെക്കൊണ്ട് എന്താണ് ചെയ്യിച്ചതെന്ന്. ഞാനൊരു രാജാവാണെന്ന കാര്യം പോലും ഞാൻ മറന്നുപോയി. ഞാൻ അവളെ തല്ലാൻ പാടില്ലായിരുന്നു." നെഡ് സ്റ്റാർക്ക് ഓർമ്മിപ്പിച്ചു, "നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതൊരു യുദ്ധത്തിൽ കലാശിക്കും." റോബർട്ട് ബരാത്തിയൻ പറഞ്ഞു, "അതുകൊണ്ട് നീ നിന്റെ ഭാര്യയോട് പറയണം ആ കുള്ളനെ വിട്ടയക്കാൻ. അവൾക്ക് അവളുടെ വിനോദം കിട്ടിക്കാണുമല്ലോ. ഇപ്പോൾ തന്നെ ഒരു കാക്കയെ അയക്കണം. ഇതിവിടെ അവസാനിക്കണം." നെഡ് സ്റ്റാർക്ക് ചോദിച്ചു, "ജൈമെ ലാനിസ്റ്ററിന്റെ കാര്യമോ?" റോബർട്ട് ബരാത്തിയൻ പറഞ്ഞു, "എന്റെ രാജ്യം പകുതിയും കടം വാങ്ങിയിരിക്കുന്നത് അവന്റെ അച്ഛനായ ടൈവിൻ ലാനിസ്റ്ററിൽ നിന്നാണ്. എനിക്ക് സ്റ്റാർക്കും ലാനിസ്റ്ററും തമ്മിലുള്ള അടിപിടി കേൾക്കേണ്ട. ഇതിവിടെ അവസാനിക്കണം." നെഡ് സ്റ്റാർക്ക് പറഞ്ഞു, "അങ്ങയുടെ കൽപ്പന പോലെ. ഞാൻ വിന്റർഫെല്ലിലേക്ക് മടങ്ങാം." റോബർട്ട് ബരാത്തിയൻ ദേഷ്യത്തോടെ പറഞ്ഞു, "അതൊന്നും നടക്കില്ല. നീ എവിടെയും പോകുന്നില്ല. ഞാൻ രാജാവാണ്. ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ." റോബർട്ട് കുറച്ചുനേരം മൗനമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, "എനിക്ക് എന്റെ സഹോദരന്മാരെ ഇഷ്ടമല്ല. അതൊരു സത്യമാണ്. പക്ഷെ നീയാണ് ഞാൻ തിരഞ്ഞെടുത്ത എന്റെ സഹോദരൻ. യു വർ ദ ബ്രദർ ഐ ചോസ്." റോബർട്ട് കട്ടിലിലിരുന്ന ഹാൻഡ് ഓഫ് ദ കിങ് ബാഡ്ജ് എടുത്ത് നെഡിന്റെ നേരെ എറിയുന്നു. റോബർട്ട് ബരാത്തിയൻ പറഞ്ഞു, "ഞാൻ കുറച്ചു ദിവസത്തേക്ക് വേട്ടയാടാൻ പോവുകയാണ്. ഞാൻ വരുന്നതുവരെ നീ വേണം ആ സിംഹാസനത്തിലിരിക്കാൻ. നീ അത് വെറുക്കും, എനിക്കറിയാം." നെഡ് ചോദിച്ചു, "ടാർഗേറിയൻ പെൺകുട്ടിയുടെ കാര്യമോ?" റോബർട്ട് ബരാത്തിയൻ ദേഷ്യത്തോടെ പറഞ്ഞു, "അവൾ മരിക്കും. ഇനി അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടരുത്. ആ ബാഡ്ജ് ധരിച്ചോളൂ. ഇനിയെങ്ങാനും നീ അത് ഊരിമാറ്റിയാൽ ഞാൻ സത്യം ചെയ്യുന്നു, ആ ബാഡ്ജ് ഞാൻ ജൈമെ ലാനിസ്റ്ററിന്റെ നെഞ്ചത്തു കുത്തും." ഇതും പറഞ്ഞ് റോബർട്ട് പോകുന്നു. നെഡ് ആ ബാഡ്ജിലേക്ക് നിസ്സഹായനായി നോക്കിക്കിടക്കുന്നു. കഥ കടലിനക്കരെയുള്ള വേസ് ദോത്രാക്കിലേക്ക് മാറുന്നു. ഡെനേറിസ് ടാർഗേറിയൻ തന്റെ ടെന്റിനുള്ളിൽ ഇരിക്കുകയാണ്. അവളുടെ കയ്യിൽ ആ ഡ്രാഗൺ മുട്ടയുണ്ട്. ഡാനി മെല്ലെ നടന്ന് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന കനലിലേക്ക് ആ മുട്ട എടുത്തുവെക്കുന്നു. ആ സമയത്താണ് അവളുടെ തോഴിയായ ഇറി അവിടേക്ക് കടന്നുവരുന്നത്. തീയിലിരിക്കുന്ന മുട്ട കണ്ട് അവൾ ഞെട്ടിപ്പോകുന്നു. ഇറി നിലവിളിച്ചു, "അയ്യോ ഖലീസി!" ഇറി ഓടിച്ചെന്ന് ആ മുട്ട തീയിൽ നിന്നും വെറും കൈകൊണ്ട് വാരിയെടുക്കുന്നു. ചൂട് കാരണം അവൾ അത് താഴെയിടുന്നു. അവളുടെ കൈകൾ വല്ലാതെ പൊള്ളിയിട്ടുണ്ട്. പക്ഷേ അവൾ ഡെനറിസിന്റെ കൈകളിലേക്ക് നോക്കുന്നു. ഡെനറിസ് ആ മുട്ട തീയിൽ നിന്നും എടുത്തുമാറ്റിയതാണ്. പക്ഷേ അവളുടെ കൈകളിൽ ഒരു ചെറിയ പോറൽ പോലുമില്ല. ഡെനറിസ് അത്ഭുതത്തോടെ ഇറിയെ നോക്കി പറഞ്ഞു, "നിനക്ക് പൊള്ളലേറ്റു. ടാർഗേറിയൻ വംശജർക്ക് തീയിനെ അതിജീവിക്കാൻ കഴിയും എന്നതിന്റെ ആദ്യത്തെ വലിയ സൂചനയാണിത്." കഥ വിന്റർഫെല്ലിലേക്ക് മാറുന്നു. ബ്രാൻ സ്റ്റാർക്ക് വീണ്ടും ആ സ്വപ്നം കാണുകയാണ്. 3 കണ്ണുള്ള കാക്ക, 3 ഐഡ് റേവൻ. അവൻ ഞെട്ടിയുണരുന്നു.
അപ്പോഴാണ് ഹോഡോർ വരുന്നത്. ഹോഡോറിന്റെ കയ്യിൽ ടിരിയൻ ലാനിസ്റ്റർ രൂപകൽപ്പന ചെയ്ത ആ പ്രത്യേക ജീനി സാഡിൽ ഉണ്ടായിരുന്നു. അടുത്ത സീനിൽ വിന്റർഫെല്ലിന്റെ കാട്ടിലൂടെ ബ്രാൻ ആ പ്രത്യേക ജീനി ഉപയോഗിച്ച് കുതിരസവാരി നടത്തുകയാണ്. അവന് കാവലായി റോബ് സ്റ്റാർക്കും തിയോൺ ഗ്രേജോയും കൂടെയുണ്ട്. തിയോൺ ഗ്രേജോയ് പറഞ്ഞു, രക്തത്തിനു പകരം രക്തം. ജോറിയെയും മറ്റുള്ളവരെയും കൊന്നതിന് ലാനിസ്റ്റർമാർ മറുപടി പറയണം. റോബ് സ്റ്റാർക്ക് പറഞ്ഞു, നീ യുദ്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തിയോൺ ഗ്രേജോയ് തിരുത്തി, അല്ല, ഞാൻ നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. റോബ് സ്റ്റാർക്ക് ദേഷ്യത്തോടെ പറഞ്ഞു, അത് നിന്റെ കടമയല്ല. കാരണം ഇത് നിന്റെ വീടല്ല. ഇറ്റ് ഈസ് നോട്ട് യുവർ ഹൌസ്. ആ മറുപടി തിയോണിനെ വേദനിപ്പിച്ചു. അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് മാറിപ്പോകുന്നു. റോബ്സ് തിരിഞ്ഞു നോക്കുമ്പോൾ ബ്രാനിനെ കാണുന്നില്ല. അതേസമയം ബ്രാൻ കാട്ടിലൂടെ തനിയെ പോകുമ്പോൾ ഒരു കൂട്ടം അപരിചിതർ അവനെ വളയുന്നു. അവർ വടക്കൻ മതിലിന് അപ്പുറത്തുനിന്നും വന്ന കാട്ടുവാസികളാണ്, വൈൽഡ്ലിങ്സ്. അവരുടെ കൂട്ടത്തിൽ ഓഷ എന്നൊരു സ്ത്രീയുമുണ്ട്. ഓഷ പരിഹാസത്തോടെ പറഞ്ഞു, ഇരുണ്ട കാട്ടിൽ തനിച്ചാണല്ലോ. ബ്രാൻ സ്റ്റാർക്ക് ധൈര്യം സംഭരിച്ചു പറഞ്ഞു, ഞാൻ തനിച്ചല്ല, എന്റെ ചേട്ടൻ കൂടെയുണ്ട്. കാട്ടുവാസി പറഞ്ഞു, കുതിരയിൽ നിന്ന് താഴെ ഇറങ്ങടാ. ബ്രാൻ സ്റ്റാർക്ക് പറഞ്ഞു, എനിക്ക് പറ്റില്ല, എന്റെ കാലുകൾ കെട്ടിയിരിക്കുകയാണ്. കാട്ടുവാസി പറഞ്ഞു, ഓഹോ, നീയൊരു മുടന്തനാണല്ലേ. പെട്ടെന്ന് റോബ് സ്റ്റാർക്ക് അവിടെ എത്തുന്നു. റോബ് സ്റ്റാർക്ക് അലറി, കത്തി താഴെയിട്. അവനെ വിട്ടാൽ നിങ്ങളെ വെറുതെ വിടാം. റോബ് ധീരമായി പോരാടുന്നു. പക്ഷേ തലവനായ കാട്ടുവാസി ബ്രാനിനെ പിടിച്ചുവെച്ച് കഴുത്തിൽ കത്തിവെക്കുന്നു. കാട്ടുവാസി പറഞ്ഞു, വാൾ താഴെയിട്. റോബ് നിസ്സഹായനായി നിൽക്കുന്നു. അവൻ വാൾ താഴെ വെക്കുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരമ്പ് പാഞ്ഞുവന്ന് ആ കാട്ടുവാസിയുടെ നെഞ്ചിൽ തറയ്ക്കുന്നു. റോബ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കയ്യിൽ അമ്പും വില്ലുമായി നിൽക്കുന്ന തിയോൺ ഗ്രേജോയെയാണ്. റോബ് ഓടിച്ചെന്ന് ബ്രാനിനെ കെട്ടഴിക്കുന്നു. റോബ് സ്റ്റാർക്ക് ദേഷ്യത്തോടെ തിയോണിനോട് ചോദിച്ചു, നിനക്ക് ഭ്രാന്തുണ്ടോ? നിന്റെ ഉന്നം തെറ്റിയിരുന്നെങ്കിലോ? അവൻ ബ്രാനിനെ കൊന്നേനെ. തിയോൺ ഗ്രേജോയ് പറഞ്ഞു, ഞാൻ അവനെ കൊന്നില്ലായിരുന്നെങ്കിൽ അവൻ നിന്നെ കൊന്നേനെ. അവർ ഓഷായെ ജീവനോടെ പിടിക്കുന്നു. ഓഷ പറഞ്ഞു, എന്നെ കൊല്ലരുത് പ്രഭു, ഞാൻ നിങ്ങളെ സേവിച്ചോളാം. ടിരിയൻ ലാനിസ്റ്റർ ആകാശത്തടവറയിൽ കിടന്നുറങ്ങുകയാണ്. ഉറക്കത്തിൽ ഒന്ന് തിരിഞ്ഞതും വലിയൊരു ഗർത്തത്തിന്റെ വക്കിലെത്തുന്നു. താഴേക്ക് നോക്കി അദ്ദേഹം ഞെട്ടിവിറച്ച് ഭിത്തിയോട് ചേർന്നു നിൽക്കുന്നു. രക്ഷപ്പെടാൻ അദ്ദേഹം ജയിലറായ മോഡിനെ വിളിക്കുന്നു. ടിരിയൻ ലാനിസ്റ്റർ വിളിച്ചു, മോഡ്, ജയിലറെ, ഇങ്ങോട്ടു വാ. മോഡ് വന്ന് വടികൊണ്ട് ടിരിയനെ അടിക്കുന്നു. ടിരിയൻ ലാനിസ്റ്റർ ചോദിച്ചു, നിനക്ക് പണക്കാരനാകാൻ ആഗ്രഹമുണ്ടോ? എന്റെ കുടുംബം പണക്കാരാണ്. ഇത് കേട്ട മോഡ് ആവേശത്തോടെ ടിരിയനിന്റെ പോക്കറ്റുകൾ പരതുന്നു. പക്ഷേ ഒന്നും കിട്ടുന്നില്ല. മോഡ് ദേഷ്യത്തോടെ പറഞ്ഞു, സ്വർണമില്ല, പോയി പണി നോക്കടാ. ഇതേസമയം ആര്യ സ്റ്റാർക്ക് പരിശീലനത്തിന് തയ്യാറല്ല. ജോറി കൊല്ലപ്പെട്ടതും അച്ഛന് പരിക്കേറ്റതും അവളെ തളർത്തിയിരിക്കുന്നു. ഗുരുവായ സിരിയോ ഫോറൽ അവൾക്ക് വാൾ എറിഞ്ഞുകൊടുക്കുന്നു. സിരിയോ ഫോറൽ പറഞ്ഞു, നിനക്ക് പ്രശ്നങ്ങളുണ്ട്, അത് നല്ലതാണ്. പ്രശ്നങ്ങളുള്ളപ്പോഴാണ് പരിശീലിക്കാൻ പറ്റിയ സമയം. അവർ തമ്മിൽ ചെറിയൊരു പോരാട്ടം നടക്കുന്നു. സിരിയോ അവളെ വീഴ്ത്തുന്നു. സിരിയോ ഫോറൽ പറഞ്ഞു, നിന്റെ മനസ്സ് ഇവിടെയല്ല. നീ നിന്റെ അച്ഛനെ ഓർത്ത് ഭയപ്പെടുന്നു. തുടർന്ന് സിരിയോ അവൾക്ക് ഏറ്റവും വലിയൊരു പാഠം പറഞ്ഞുകൊടുക്കുന്നു. സിരിയോ ഫോറൽ പറഞ്ഞു, ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് മരണമാണ്, ഡെത്ത്. മരണത്തോട് നമ്മൾ ഒരൊറ്റ കാര്യമേ പറയാവൂ, ഇന്നല്ല, നോട്ട് ടുഡേ. സീൻ മാറുന്നത് കടലിനക്കരെ വേസ് ദോത്രക്കിൽ ഡെനറീസ് ടാർഗാരിയൻ ഒരു വലിയ പരീക്ഷണം നേരിടുകയാണ്. കുതിരയുടെ പച്ചഹൃദയം പച്ചയ്ക്ക് തിന്നുക എന്ന ദോത്രക്കി ആചാരമാണത്. അവൾ ഛർദ്ദിക്കാൻ വരുന്നുണ്ടെങ്കിലും കഷ്ടപ്പെട്ട് അത് മുഴുവൻ തിന്നു തീർക്കുന്നു. ഇതുകണ്ട് ദോത്രാക്കി ജനത ആവേശത്തിലാകുന്നു. പ്രവാചിക പറയുന്നു, ലോകത്തെ കീഴടക്കുന്ന കുതിര, ദ സ്റ്റാലിയൻ ഹു മൗണ്ട്സ് ദ വേൾഡ് വരുന്നു. ഡെനറീസ് ടാർഗാരിയൻ എഴുന്നേറ്റുനിന്ന് ഉറക്കെ പറഞ്ഞു, ഒരു രാജകുമാരൻ എന്റെ ഉള്ളിലുണ്ട്. അവന്റെ പേര് റേഗോ എന്നായിരിക്കും. ജനക്കൂട്ടം റേഗോ, റേഗോ എന്ന് ആർപ്പുവിളിക്കുന്നു. ഖാൾ ഡ്രോഗോ അവളെ എടുത്തുയർത്തുന്നു. ഇതെല്ലാം കണ്ട് അസൂയോടെ നിൽക്കുന്ന വിസേരീസ് ടാർഗാരിയൻ മെല്ലെ അവിടെ നിന്ന് മുങ്ങുന്നു. വിസേരീസ് സങ്കടത്തോടെ പറഞ്ഞു, അവർ അവളെ സ്നേഹിക്കുന്നു. അതേസമയം എല്ലാവരും ആഘോഷത്തിലായിരിക്കുമ്പോൾ വിസെറീസ് നേരെ പോകുന്നത് ഡെനറീസിന്റെ ടെന്റിലേക്കാണ്. അവിടെയിരിക്കുന്ന 3 ഡ്രാഗൺ മുട്ടകൾ അവൻ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ വാതിലിൽ ജോറ മോർമണ്ട് തടസ്സമായി നിൽക്കുന്നു. ജോറ മോർമണ്ട് പറഞ്ഞു, ആ മുട്ടകൾ അങ്ങയുടേതല്ല. വിസെറീസ് തന്റെ നിസ്സഹായാവസ്ഥ തുറന്നു പറയുന്നു, എനിക്ക് ആ മുട്ടകൾ വിറ്റ് ഒരു സൈന്യത്തെ ഉണ്ടാക്കണം. ആരും എനിക്ക് സ്നേഹമോ ബഹുമാനമോ തരുന്നില്ല. എനിക്ക് പോകണം. എന്നെ പോകാൻ അനുവദിക്കൂ. ജോറ മോർമണ്ട് പറഞ്ഞു, അങ്ങേക്ക് പോകാം, പക്ഷേ മുട്ടകൾ കൊണ്ടുപോകാൻ കഴിയില്ല. ഗത്യന്തരമില്ലാതെ വിസെറീസ് ആ മുട്ടകൾ താഴെ വയ്ക്കുന്നു. വെറും കൈയോടെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ടിരിയൻ ലാനിസ്റ്റർ വീണ്ടും ജയിലറായ മോഡിനെ വിളിക്കുന്നു. ടിരിയൻ ലാനിസ്റ്റർ പറഞ്ഞു, ലാനിസ്റ്റർമാർ എപ്പോഴും കടം വീട്ടാറുണ്ട് എന്ന് കേട്ടിട്ടില്ലേ? നീ എന്റെ സന്ദേശം ലൈസ ആരനെത്തിച്ചാൽ ഞാൻ നിനക്ക് സ്വർണം തരാം.
മോഡ് സമ്മതിക്കുന്നു. ടിരിയനെ വിചാരണയ്ക്കായി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. ലൈസ ആരൻ ചോദിച്ചു, നിനക്ക് കുറ്റസമ്മതം നടത്തണോ? ടിരിയൻ ലാനിസ്റ്റർ പറഞ്ഞു, അതെ. പക്ഷേ ടിരിയൻ അവിടെയും തന്റെ ബുദ്ധി പ്രയോഗിക്കുന്നു. ബ്രാൻനെ കൊല്ലാൻ നോക്കിയ കാര്യമല്ല അവൻ പറയുന്നത്. ടിരിയൻ ലാനിസ്റ്റർ പറഞ്ഞു, എനിക്ക് 7 വയസ്സുള്ളപ്പോൾ ഞാനൊരു പെൺകുട്ടിയുടെ ഉടുപ്പ് മോഷ്ടിച്ചു. 10 വയസ്സുള്ളപ്പോൾ അമ്മാവന്റെ ബൂട്ടിൽ കാഷ്ടം വെച്ചു. ലൈസ ആരിൻ ദേഷ്യത്തോടെ അലറി, നിർത്തൂ, ഇതിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കാറ്റ്ലിൻ സ്റ്റാർക്ക് പറഞ്ഞു, എന്റെ മകനെ കൊല്ലാൻ നോക്കിയതിനും ലൈസയുടെ ഭർത്താവിനെ കൊന്നതിനുമാണ് നിന്നെ വിചാരണ ചെയ്യുന്നത്. ടിരിയൻ ലാനിസ്റ്റർ പറഞ്ഞു, ഹോ, അതിനെക്കുറിച്ചാണോ? അതിൽ എനിക്ക് പങ്കില്ല. ലൈസ ആരൻ പറഞ്ഞു, ഇവൻ നമ്മളെ കളിയാക്കുകയാണ്. ഇവനെ തിരിച്ചു കൊണ്ടുപോകൂ. ടിരിയൻ ലാനിസ്റ്റർ ഉറക്കെ ചോദിച്ചു, ഇതാണോ ഇവിടുത്തെ നീതി? ഞാനൊരു വിചാരണ ആവശ്യപ്പെടുന്നു. ഐ ഡിമാൻഡ് എ ട്രയൽ. ലൈസ ആരിൻ ഭയാനകമായ മൂൺ ഡോർ തുറക്കാൻ കൽപ്പിക്കുന്നു. താഴെ വലിയ ഗർത്തമാണ്. ലൈസ ആരിൻ പറഞ്ഞു, ഇതാണ് നിന്റെ വിചാരണ. എന്റെ മകൻ വിധി പറയും. ടിരിയൻ ലാനിസ്റ്റർ പറഞ്ഞു, എനിക്ക് കുട്ടിപ്രഭുവിന്റെ വിധി വേണ്ട. എനിക്ക് ദ്വന്ദ്വയുദ്ധം, ട്രയൽ ബൈ കോമ്പാറ്റ് വേണം. അതൊരു നിയമമായതുകൊണ്ട് ലൈസയ്ക്ക് സമ്മതിക്കേണ്ടിവരും. ലൈസ ആരൻ ചോദിച്ചു, നിനക്കുവേണ്ടി ആര് പോരാടും? ആരും മുന്നോട്ടു വരുന്നില്ല. അവസാനം ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുന്നോട്ടു വരുന്നു. അത് ബ്രോൺ ആയിരുന്നു. ബ്രോൺ പറഞ്ഞു, ഞാൻ നിൽക്കാം. സീൻ മാറുന്നത് കിങ്സ് ലാൻഡിംഗിലെ സിംഹാസനമുറിയിലേക്ക്. രാജാവ് വേട്ടയാടാൻ പോയതുകൊണ്ട് അദ്ദേഹത്തിനു പകരം സിംഹാസനത്തിലിരിക്കുന്നത് നെഡ് സ്റ്റാർക്കാണ്. ഒരു കൂട്ടം ഗ്രാമീണർ പരാതിയുമായി വരുന്നു. ഗ്രാമവാസി പറഞ്ഞു, അവർ ഞങ്ങളുടെ വീടുകൾ കത്തിച്ചു, സ്ത്രീകളെ ഉപദ്രവിച്ചു. അവരെ നയിച്ചത് മനുഷ്യനേക്കാൾ ഉയരമുള്ള ഒറ്റവെട്ടിന് കുതിരയുടെ തലവെട്ടാൻ കഴിയുന്ന ഒരാളാണ്. നെഡ് സ്റ്റാർക്കിനും ലിറ്റിൽ ഫിംഗറിനും അത് ആരാണെന്ന് മനസ്സിലായി. ലിറ്റിൽ ഫിംഗർ നെഡിനോട് രഹസ്യമായി പറഞ്ഞു, അത് ദ മൗണ്ടൻ സർ ഗ്രെഗോർ ക്ലിഗെയിനാണ്, ടൈവിൻ ലാനിസ്റ്ററിന്റെ ഭ്രാന്തൻ പട്ടി. ഇത് കേട്ട നെഡ് സ്റ്റാർക്ക് ഒരു വലിയ തീരുമാനമെടുക്കുന്നു. നെഡ് സ്റ്റാർക്ക് ഉറക്കെ പ്രഖ്യാപിച്ചു, രാജാവായ റോബർട്ടിന്റെ നാമത്തിൽ ഞാൻ സർ ഗ്രെഗോർ ക്ലെഗെയിനെ മരണത്തിന് വിധിക്കുന്നു. അവന്റെ എല്ലാ പദവികളും സ്വത്തുക്കളും കണ്ടുകെട്ടുന്നു. ഗ്രാൻഡ് മേസ്റ്റർ പൈസൽ ഭയത്തോടെ പറഞ്ഞു, പ്രഭു, ഇതൊരു വലിയ തീരുമാനമാണ്. രാജാവ് വരുന്നതുവരെ കാത്തിരിക്കുന്നതല്ലേ നല്ലത്? നെഡ് സ്റ്റാർക്ക് അത് വകവയ്ക്കാതെ പറഞ്ഞു, മഹാനായ ലാനിസ്റ്റർ പ്രഭുവിന് ഒരു സന്ദേശമയക്കുക. 2 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം കൊട്ടാരത്തിൽ ഹാജരാകണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കും. ലിറ്റിൽ ഫിംഗർ ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനെ വെല്ലുവിളിക്കുന്നത് ബുദ്ധിയാണോ? യുദ്ധം ജയിക്കുന്നത് പണം കൊണ്ടാണോ? നെഡ് സ്റ്റാർക്ക് മറുപടി നൽകി, അങ്ങനെയാണെങ്കിൽ ടൈവിൻ ലാനിസ്റ്റർ രാജാവാകാതെ റോബർട്ട് രാജാവായതെന്തുകൊണ്ട്? മൂൺ ഡോർ തുറന്നിട്ടിരിക്കുന്നു. ടിരിയനു വേണ്ടി ബ്രോണും ലൈസയ്ക്ക് വേണ്ടി സർ വാർഡിസും പോരാടുന്നു. സർ വാർഡീസ് ആമർ ധരിച്ചാണ് വന്നിരിക്കുന്നത്. ബ്രോൺ സാധാരണ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. വാർഡീസ് ആഞ്ഞുവെട്ടുന്നു. പക്ഷേ ബ്രോൺ മെയ്വഴക്കത്തോടെ ഒഴിഞ്ഞുമാറുന്നു. ബ്രോൺ തന്റെ വേഗത ഉപയോഗിക്കുന്നു. വാർഡീസിന്റെ കവചത്തിന്റെ ഭാരം കാരണം അയാൾ പെട്ടെന്ന് ക്ഷീണിക്കുന്നു. ഒടുവിൽ ബ്രോൺ വാർഡീസിനെ വെട്ടിവീഴ്ത്തുന്നു. എന്നിട്ട് അയാളെ തുറന്നിട്ട മൂൺഡോറിലേക്ക് തള്ളിയിടുന്നു. വാർഡീസ് താഴേക്ക് വീണ് മരിക്കുന്നു. ലൈസ ആരിൻ ദേഷ്യത്തോടെ പറഞ്ഞു, നീ അന്തസ്സില്ലാതെയാണ് യുദ്ധം ചെയ്തത്. ബ്രോൺ കൂളായി പറഞ്ഞു, അതെ, പക്ഷേ അയാൾക്കാണ് അന്തസ്സുണ്ടായിരുന്നത്. ടിരിയൻ സ്വതന്ത്രനാകുന്നു. പോകുന്ന വഴിക്ക് അദ്ദേഹം ജയിലറായ മോഡിന് ഒരു സഞ്ചി നിറയെ സ്വർണം എറിഞ്ഞുകൊടുക്കുന്നു. ടിരിയൻ ലാനിസ്റ്റർ പറഞ്ഞു, ഒരു ലാനിസ്റ്റർ എപ്പോഴും കടം വീട്ടാറുണ്ട്. സാൻസ സ്റ്റാർക്ക് തയ്യൽ പണി ചെയ്യുമ്പോൾ പ്രിൻസ് ജോഫ്രി അവിടേക്ക് വരുന്നു. ജോഫ്രി വളരെ മാന്യനായാണ് പെരുമാറുന്നത്. അവൻ സാൻസായ്ക്ക് ഒരു മാല സമ്മാനമായി നൽകുന്നു. ജോഫ്രി ബരാത്തിയൻ പറഞ്ഞു, ഞാൻ ചെയ്തതിനൊക്കെ ക്ഷമ ചോദിക്കുന്നു. നീയാണ് എന്റെ പെണ്ണ്. ഒരു ദിവസം നമ്മൾ വിവാഹം കഴിക്കും. നീ രാജ്ഞിയാകും. സാൻസ എല്ലാം മറന്ന് അവനെ വിശ്വസിക്കുന്നു. അവർ ആദ്യമായി ചുംബിക്കുന്നു. വിന്റർഫെല്ലിന്റെ പുറത്തുള്ള കാട്ടിലൂടെ തിയോൺ ഗ്രേജോയ് കുതിരസവാരി നടത്തുകയാണ്. അവൻ ഒരു റോഡിലേക്കെത്തുമ്പോൾ ഒരു വണ്ടി പോകുന്നത് കാണുന്നു. അതിൽ റോസ് ഇരിക്കുന്നുണ്ട്. അവൾ തെക്കോട്ട് പോവുകയാണ്. തിയോൺ ഗ്രേജോയ് വിളിച്ചു പറഞ്ഞു, നിർത്തൂ, നീ എന്താണ് ഈ ചെയ്യുന്നത്? റോസ് പറഞ്ഞു, ഞാൻ കിങ്സ് ലാൻഡിംഗിലേക്ക് പോവുകയാണ്. തിയോൺ ഗ്രേജോയ് പരിഹാസത്തോടെ ചോദിച്ചു, ഈ മത്തങ്ങ വണ്ടിയിലോ? റോസ് പറഞ്ഞു, വൈറ്റ് ഹാർബറിലെത്തിയാൽ തെക്കോട്ട് പോകാൻ എനിക്കൊരു കപ്പൽ കിട്ടും. തിയോണിന് അവളെ വിടാൻ മനസ്സു വരുന്നില്ല. തിയോൺ ഗ്രേജോയ് ചോദിച്ചു, എന്നെ ഒരു തവണ കൂടി കാണിക്കാമോ? റോസ് ചോദിച്ചു, എന്ത്? വണ്ടി ദൂരേക്ക് പോവുകയാണ്. തിയോൺ പെട്ടെന്ന് ഒരു സ്വർണ്ണ നാണയം അവൾക്ക് നേരെ എറിഞ്ഞുകൊടുക്കുന്നു. റോസ് അത് കൃത്യമായി പിടിക്കുന്നു. ചിരിച്ചുകൊണ്ട് അവൾ തന്റെ ഉടുപ്പ് പൊക്കി തിയോണിന് അവസാനമായി ഒരു കാഴ്ച നൽകുന്നു. തിയോൺ ഗ്രേജോയ് വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ മിസ് ചെയ്യും. റോസ് പറഞ്ഞു, എനിക്കറിയാം. രാജാവ് വേട്ടയാടാൻ പോയ തക്കത്തിന് തന്റെ പെൺമക്കളെ സുരക്ഷിതമായി നാട്ടിലേക്കയക്കാൻ നെഡ് തീരുമാനിക്കുന്നു. നെഡ് സ്റ്റാർക്ക് പറഞ്ഞു, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിന്റർഫെല്ലിലേക്ക് തിരിച്ചയക്കുകയാണ്. സാൻസ സ്റ്റാർക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് പോകണ്ട. എനിക്ക് ജോഫ്രിയെ കല്യാണം കഴിക്കണം.
ഞാൻ അവന്റെ രാജ്ഞിയാകും. ഞങ്ങൾക്കുണ്ടാകുന്ന കുട്ടികൾ അവനെപ്പോലെ സ്വർണ്ണത്തലമുടിയുള്ള സിംഹക്കുട്ടികളായിരിക്കും. ഇതുകേട്ട് ആര്യ പറഞ്ഞു, സിംഹം അവരുടെ ചിഹ്നമല്ല മണ്ടി. അവന്റെ അച്ഛൻ ബരാത്തിയോണാണ്. സൻസ സ്റ്റാർക്ക് ദേഷ്യത്തോടെ പറഞ്ഞു, അല്ല, ജോഫ്രി ആ കുടിയൻ രാജാവിനെപ്പോലെയല്ല. പെട്ടെന്ന് നെഡ് സ്റ്റാർക്കിന്റെ മനസ്സിൽ ഒരു മിന്നൽ പിണർ പോലെ ആ സത്യം തെളിയുന്നു. സൻസ പറഞ്ഞ വാക്കുകൾ. സ്വർണ്ണത്തലമുടിയുള്ള സിംഹം. അവൻ അച്ഛനെപ്പോലെയല്ല. ആര്യൻ വായിച്ചുകൊണ്ടിരുന്ന ആ വംശാവലി പുസ്തകം തുറക്കുന്നു. ബരാത്തിയൻ കുടുംബത്തിന്റെ ചരിത്രം അദ്ദേഹം വായിക്കുന്നു. നെഡ് സ്റ്റാർക്ക് വായിച്ചു, ലോർഡ് ഓറിസ് ബരാത്തിയൻ, കറുത്തമുടി. റോബർട്ട് ബരാത്തിയൻ, കറുത്തമുടി. എന്നിട്ട് അദ്ദേഹം അവസാനത്തെ വരി വായിക്കുന്നു, ജോഫ്രി ബരാത്തിയൻ, സ്വർണ്ണനിറമുള്ള മുടി, ഗോൾഡൻ ഹെയർഡ്. നെഡ് ആ പുസ്തകം മടക്കുന്നു. അദ്ദേഹത്തിന് ആ വലിയ സത്യം മനസ്സിലായി. ബരാത്തിയൻകൾക്ക് എപ്പോഴും കറുത്ത മുടിയാണ്. ജോഫ്രിക്ക് സ്വർണ്ണമുടിയാണ്. അതിന്റെ അർത്ഥം ജോഫ്രി രാജ്ഞിയായ സെർസിക്കും സഹോദരൻ ജെയ്മെ ലാനിസ്റ്റർക്കുമുണ്ടായ മകനാണ്, രാജാവിന്റെ മകനല്ല. കഥ കടലിനക്കരെ വേസ് ദോത്രാക്കിലേക്ക് മാറുന്നു. അവിടെ വലിയൊരു ആഘോഷം നടക്കുകയാണ്. മദ്യപിച്ച് ലക്കുകെട്ട വിസേരീസ് ടാർഗാരിയൻ അവിടേക്ക് കടന്നുവരുന്നു. വിസേരീസ് ടാർഗാരിയൻ അലറി വിളിച്ചു, ഡെനേരീസ്, എവിടെ എന്റെ സഹോദരി? ജോറ മോർമണ്ട് അവനെ തടയാൻ ചെല്ലുന്നു. വിസേരീസ് വാൾ ഡെനേരീസിന്റെ ഗർഭപാത്രത്തിന് നേരെ പിടിക്കുന്നു. എനിക്ക് വാക്കു തന്നതെനിക്ക് വേണം. എനിക്കെന്റെ കിരീടം വേണം. ഐ വോണ്ട് മൈ ക്രൗൺ. അല്ലെങ്കിൽ ഞാൻ ഇവളെ കൊണ്ടുപോകും. കുഞ്ഞിനെ വേണമെങ്കിൽ നിനക്ക് കീറിയെടുക്കാം. കാൾ ഡ്രോഗോ അനങ്ങാതെയിരുന്നു. അദ്ദേഹം സമ്മതിച്ചു. നിനക്കൊരു കിരീടം തരാം. മനുഷ്യർ കണ്ടാൽ വിറയ്ക്കുന്ന ഒരു സുവർണ കിരീടം. പെട്ടെന്ന് ഡ്രോഗോയുടെ അംഗരക്ഷകർ വിസേരീസിന്റെ കൈകൾ പുറകോട്ടൊടിച്ച് അവനെ മുട്ടുകുത്തിക്കുന്നു. കാൾ ഡ്രോഗോ തീയിലിരുന്ന ഒരു പാത്രമെടുക്കുന്നു. അതിൽ സ്വർണ്ണാഭരണങ്ങളിട്ട് ഉരുക്കുകയാണ്. സ്വർണം ഉരുകിത്തിളയ്ക്കുന്നു. ഡ്രോഗോ ആ പാത്രവുമായി വിസേരീസിന്റെ അടുത്തേക്ക് നടക്കുന്നു. ജോറ മോർമണ്ട് ഡെനേരീസിനോട് പറഞ്ഞു, അങ്ങോട്ട് നോക്കരുത് ഖലീസി. ഡെനേരീസ് ടാർഗേരിയൻ പറഞ്ഞു, അല്ല, എനിക്ക് കാണണം. വിസേരീസ് ടാർഗേരിയൻ കരഞ്ഞു വിളിച്ചു, ഡാനി, എന്നെ രക്ഷിക്കൂ, ഡാനി, പ്ലീസ്. കാൾ ഡ്രോഗോ പറഞ്ഞു, ഒരു രാജാവിനുള്ള കിരീടം. ഡ്രോഗോ ആ തിളച്ചുമറിയുന്ന സ്വർണം വിസേരീസിന്റെ തലയിലേക്ക് ഒഴിക്കുന്നു. ഉരുകിയ സ്വർണം തലയോട്ടിയിലൂടെ ഒഴുകിയിറങ്ങുന്നു. വിസേരീസിന്റെ നിലവിളി നിലയ്ക്കുന്നു. അവൻ മരിച്ചു വീഴുന്നു. ഡെനേരീസ് തന്റെ മരിച്ചുകിടക്കുന്ന ചേട്ടനെ നോക്കുന്നു. അവൻ ഒരു ഡ്രാഗണായിരുന്നില്ല. തീയിന് ഒരു ഡ്രാഗണെ കൊല്ലാൻ കഴിയില്ല. വിസേരീസ് യഥാർത്ഥ ഡ്രാഗൺ അല്ലെന്നും താനാണ് യഥാർത്ഥ ഡ്രാഗൺ എന്നും ഡെനേരീസ് തിരിച്ചറിയുന്ന ആ നിമിഷത്തിൽ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.